അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മക്കളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ തിരുമുറുമാറുന്ന വിജയത്തിൻ്റെ വലത്ത് കരം അങ്ങ് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിമസഭയിൽ എന്നതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങിപ്പുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ അടയാളങ്ങൾ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു. കർത്താവെ, മനസ്സിൽ നുറങ്ങിയിരിക്കുന്നവരാണെന്നും കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ അങ്ങ് എൻ്റെ സന്നിധി കൊണ്ടുവന്ന് തരണത്. ഞാൻ അവർക്കെല്ലാം വേണ്ടി മോസസിനെ പോലെ, അബ്രാഹത്തിനെ പോലെ, ഇസഹാക്കിനെ പോലെ, കർത്താവ് അതിനേക്കാളുപരി ജോഷുവയെപ്പോലെയും പ്രവാചകന്മാരെ പോലെയും അങ്ങയുടെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കർത്താവെ, കൃപാസനത്തിൻ്റെ കർത്താവ് 40ഓളം വർഷം വരുന്ന എല്ലാ സുവിശേഷ വേലകളെ നീ ഓർക്കണം. കടലിൻ്റെ കൺവെൻഷൻ നീ ഓർക്കണം. അതിനുവേണ്ടി ചിന്തിയ എല്ലാ വീർപ്പത്തുള്ളികളെ നീ അനുസ്മരിക്കണം. 10,000-കണക്കിന് ജപമാലകളെ നീ ആശീർവദിക്കുക, നീ ഓർക്കണം. അതെല്ലാം ഓർത്തുകൊണ്ട് അങ്ങ് ഞങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികളും ഓർത്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മേലും കുടുംബത്തിൻ്റെ മേലും അങ്ങ് ശക്തി ഒഴുക്കണമേ. കർത്താവെ, ഈ കുടുംബത്തിൽ പാർക്കണതിൻ്റെ ശാപം ഇവിടുന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവർക്ക് ജീവിക്കാനോ അവർക്ക് അതുപോലെ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ സന്തോഷത്തോടെ കഴിയാനോ ഒരു മാർഗം കാണാതെ എന്ത് ചെയ്യും അമ്മ എന്ന്, എന്ത് ചെയ്യും അപ്പ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് വിഷമിക്കുന്ന മക്കളുടെ ഈശോയെ, വളരെ ഭാരപ്പെടുന്നുണ്ട് ഈശോയെ. ഈശോയെ, പ്രാർത്ഥനയ്ക്ക് പോലും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, പണത്തിനല്ല, പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. അതിൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കണം. എന്ത് പ്രാർത്ഥിക്കണം എന്നറിയത്തില്ല, പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ എന്നറിയത്തില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ എന്നറിയത്തില്ല. ഇങ്ങനെ പലതുകൊണ്ടും ശരീരം മൊത്തം തളർന്ന്, മനസ്സ് തളർന്ന്, ചിന്തകൾ തളർന്ന്, ഉറങ്ങണത്
ഉറങ്ങുമ്പോൾ എന്തിനാണ് ഇനി എഴുന്നേക്കണത്, ഇങ്ങനെ തന്നെ കിടന്ന് മരിച്ചു പോയെങ്കിലെന്ന് ഓർത്തിട്ട് വളരെ നിരാശപ്പെടുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം ആ കുഴിമാടത്തു നിന്ന് നീ ഉയർത്തുന്നേറ്റത് പോലെ ഈ ഒറ്റ പ്രാർത്ഥന ഉയർത്തുകൊണ്ടിരിക്കാൻ നിനക്ക് കഴിയും കർത്താവേ. കർത്താവെ, ഓരോ കർത്താവെ, ഓരോ കുഴിമാടത്തിൻ്റെ മുമ്പിലും കർത്താവെ, ഓരോ കുടുംബം ആശ മരിച്ചുപോയി, അതുപോലെ തന്നെ പ്രത്യാശ മരിച്ചുപോയി, കുടുംബത്തിലെ പ്രിയപ്പെട്ടവരും കൂടപ്പുറപ്പുമാരും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവർ ഇന്നില്ല എങ്കിലും അവരെല്ലാം കൊണ്ട് കർത്താവ് ചില സമയത്ത് മനസ്സ് ഓർക്കുമ്പോൾ മനസ്സ് വല്ലാണ്ട് അങ്ങനെ വീങ്ങിപ്പോകും കർത്താവെ. അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം നീ സ്പർശിക്കണം. കഴിഞ്ഞ കൊല്ലം ഈശ്വരൻ ഉണ്ടായിരുന്നവർ ഇന്ന് ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടം സഹിക്കവയ്യാതെ ഈശ്വര പോലും ഇങ്ങനെ കണ്ണീരിൽ മുങ്ങുന്നവരുണ്ട് ഈശോയെ. അവരെ നീ പ്രത്യേകം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക സങ്കടങ്ങളാണ്. സാമ്പത്തികമായും തൊഴിൽപരമായാലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ചിലർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലർ പണ്ടുണ്ടായിരുന്ന ഒത്തിരി പേര് കയറി ഇറങ്ങുന്ന വീടുകളായിരുന്നു, ഒത്തിരി പേര് സന്ധിക്കുന്ന വീടുകളായിരുന്നു. ഇപ്പോഴൊച്ചു പോലും ചോദിക്കാത്ത രീതിയിൽ വിഷമിച്ചിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവ് ഈ ഈസ്റ്ററിന് നീ കയറി ചെല്ലണമേ. അവിടെ മരിച്ച മനസ്സുകളെ അവിടെ മരിച്ച എല്ലാ ഇച്ഛാശക്തികളെ അവരെന്തിനു ജീവിക്കണമെന്ന് ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവിൻ്റെ ശക്തിയിലേക്ക് പ്രവർത്തിക്കട്ടെ. കർത്താവ് തിരുരത്വത്തിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കട്ടെ. കർത്താവ് ഉയർത്തുന്നതിൻ്റെ ശക്തിയാൽ അങ്ങനെയുള്ള നിരാശപ്പെട്ടിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന എല്ലാ മക്കളും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഇന്നു മുതൽ എല്ലാം തുടങ്ങി വെക്കാനും അവിടെ കൂടെ കൂടാൻ പരിശുദ്ധ അമ്മ ദേവമാതാവ് കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മ ദേവമാതാവിനെ ഈ പ്രാർത്ഥനയാൽ അയക്കുന്നു. കർത്താവിനെ സന്ധിക്കുകയും സമാശ്വസിപ്പിക്കുകയും പുതിയൊരു ജീവിതവും പ്രത്യാശയും നൽകുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരീശ്വരം നീക്കുവാമേ. ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് ഈ കല്ലറകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കല്ലറ വെച്ച് കഴിഞ്ഞാൽ പുരാതന കല്ലറ കിടക്കില്ലേ. ഞാൻ പോയ കുറേ കല്ലറകളൊക്കെ ഉണ്ട്. അതായത് ഗാന്ധി ഡൽഹിയിൽ പോയപ്പോൾ 2 പ്രാവശ്യം മഹാത്മാഗാന്ധിയുടെ കല്ലറയിൽ പോയായിരുന്നു. അതുപോലെ തന്നെ ഈ വാസ്കോഡി ഗാമയിലെ കൊച്ചി, അദ്ദേഹം കടലിലാണ് മരിച്ചെങ്കിലും അടക്കിയത് കൊച്ചിയിലായിരുന്നു, സെൻറ്റ് ആൻഡ്രീസ് ചാപ്പലിലെ. പിന്നെ അദ്ദേഹത്തിൻ്റെ അസ്ഥികളൊക്കെ പിന്നെ പോർട്ടുഗലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ആ കല്ലറയിലും എഴുതി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം? ഇവരെല്ലാം എഴുതി. ഇപ്പം ഗാന്ധിയുടെ കല്ലറ എഴുതി വെച്ചിരിക്കണേ എന്താ? ഹെറാം. ഗാന്ധി, മഹാത്മാഗാന്ധി വെടികൊള്ളണ സമയത്ത് പറയണം, ഓ ദൈവമേ ഹെറാം, ഓ ദൈവമേ എന്നാണ് എഴുതി വെച്ചിരിക്കണേ. വാസ്കോഡി ഗാമയുടെ കല്ലറ എഴുതി വെച്ചിരിക്കുന്നത് ഹിയർ ലൈസ് വാസ്കോഡി ഗാമ ബരീഡ് അറ്റ് സീ എന്നാണ്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനിവിടെ 10-20 കൊല്ലം പറഞ്ഞ് ബരീഡ് അറ്റ് സീ എന്ന്. കടലിലാണ് കപ്പലോട്ടക്കാരെയൊക്കെ അടക്കണത്. കപ്പലിൽ വീണ് മരിക്കുകയോ അപ്പോൾ പിന്നീട് അസ്ഥികൾ കണ്ടെടുത്ത് അടക്കുകയോ അങ്ങനെയൊക്കെ പരിപാടിയാണ്. പക്ഷേ എഴുതി വെച്ചിരിക്കുന്നത് ബരീഡ് അറ്റ് സീ എന്നാണ്. കല്ലറയിൽ ഈ നെപ്പോളിയൻ കല്ലറ ഞാൻ പോയിട്ടില്ല, പക്ഷേ എനിക്ക് ചരിത്ര പുസ്തകം വായിച്ചിട്ടുണ്ട്. നെപ്പോളിയൻ ഈ ലോകത്ത് മുഴുവനും ഇങ്ങനെ കൊടക്കിയിൽ ഒതുക്കിയൊരു ചക്രവർത്തിയായിരുന്നു നെപ്പോളിയൻ. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന ഹിച്ചാക്കത്ത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് അയാൾ ഹിച്ചാക്കത്ത് ഹിയർ ലൈസ്, ഹി ഡൈഡ് ഹിയർ ലൈസ്, മരിച്ച് ഇവിടെ അടക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഈശോൻ്റെ കല്ലറയിൽ പോകുമ്പോൾ, ഈശോൻ്റെ കല്ലറയിൽ ഞാൻ ഇസ്രയേലിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം എന്താണ്? ഹീസ് നോട്ട് ഹിയർ, ഹീസ് റിസൺ. ഭയങ്കര വ്യത്യാസമാണ് അത്. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന്. അപ്പം അതാണ് ഈശോയുടെ മരണവും ഉത്ഥാനവും മറ്റു മനുഷ്യരുടെ മരണവും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഈ ക്രൈസ്തവ സഭ തന്നെ നിലനിൽക്കുന്നത് കർത്താവിൻ്റെ മരണത്തിലല്ല, പിന്നെന്താണ് വിശ്വസിക്കണത്? മരണം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. നമ്മൾ വിശ്വസിക്കണത് എന്താണ്? കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ് വിശ്വസിക്കണം. അപ്പം വിശ്വാസം എന്താ? ഇപ്പം ഈ മുതിർന്ന ആൾക്കാരെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ടേ. കാര്യം ഭയങ്കര 10-50 വയസ്സുള്ള ആൾക്കാരെ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ വരും, അങ്ങനെ സിറ്റുവേഷൻസ് വരും. അവരിപ്പോൾ കല്യാണം കഴിക്കാതെ താമസിക്കുന്നു, അക്രൈസ്തവരെ കല്യാണം കഴിച്ച് ഉദാശിയാതെ താമസിക്കുന്നു.
അപ്പോൾ പിന്നെ അവരെ കൂദാശ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് അവർ കൂദാശ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരാദ്യം ജ്ഞാനസ്നാനപ്പെടുത്തണം. അപ്പോൾ ഈ 50 വയസ്സുകാരൻ അവർ വിളിച്ച് ജ്ഞാനസ്നാനപ്പെടുത്തും. അപ്പോൾ അവർക്ക് വേണ്ട വേറെ പുസ്തകമാണ് കിടക്കുന്നത്. ആ പുസ്തകത്തിൽ അവരോട് നമ്മൾ ചോദ്യം ചോദിക്കും, നിങ്ങൾ സഭയിൽ നിന്ന് എന്ത് ആവശ്യപ്പെടുന്നു? അപ്പം അതിൻ്റെ ഉത്തരം താഴെ ഉണ്ട്. അത് നമ്മളവരെ പഠിപ്പിക്കും. എന്താ സഭയിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? വിശ്വാസം. സഭയിൽ നിന്ന് ഒരു വ്യക്തി, ഒരു മനുഷ്യന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ അമൂല്യ വസ്തു എന്താണ്? വിശ്വാസമാണ്. അപ്പം സഭ വീണ്ടും അത് പറഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കും, എന്താണ്? വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു? അപ്പം അവർ പറയും, വിശ്വാസം ഞങ്ങൾക്ക് നിത്യജീവൻ തരുന്നു. അതാണ് സഭ. അപ്പം സഭ നമുക്ക് എന്ത് തരുന്നു? സഭ നമുക്ക് നിത്യജീവൻ തരുന്നു. നിത്യജീവൻ എന്തിൽ വിശ്വസിക്കുമ്പോഴാണ്? കർത്താവിൻ്റെ തിരുവുത്ഥാനത്തെ വിശ്വസിക്കുമ്പോഴാണ്. ഇപ്പം കേവലമായിട്ട് ഒരു വ്യക്തി ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് എനിക്ക് പകരക്കാരനെ മരിച്ചു, ദൈവം അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഞാൻ വിശ്വസിക്കുമ്പോൾ ഒരു സംവിധാനം ഇല്ലെങ്കിലും അവൻ രക്ഷ പ്രാപിക്കും. സംവിധാനങ്ങളൊക്കെ എല്ലാം അവൻ്റെ കൃപയിൽ അടിക്കടി വളരാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സഭകളാണ്, പ്രത്യേകിച്ച് തിരുസഭ. അപ്പം അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കുന്നതിന് ക്രിസ്തു എൻ്റെ പകരക്കാരായി മരിച്ചു, എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തവനാണെന്ന് വിശ്വസിച്ചു അവൻ പരമപിതാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവൻ്റെ ഉയർപ്പിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 11:25. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പൊ നമ്മൾ മരിച്ചു പോയാലോ നിത്യമായിട്ട് ആത്മാവ് നിത്യതയെ ദൈവത്തിന്റെ കൂടെ വിരാജിക്കണതും നിത്യതയെ വിലയം പ്രാപിക്കണ ഒറ്റ കാര്യത്തിലാണ്. എന്താണ്? കർത്താവിൽ വിശ്വസിക്കുന്നവൻ. കർത്താവിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവ് സാമൂഹ്യ പ്രവർത്തനമാണെന്ന് വിശ്വസിച്ചാൽ ഈ പറഞ്ഞ ഫലം ഉണ്ടാകത്തില്ല. കർത്താവ് വിപ്ലവകാരികളെ കുറെ അണ്ണന്മാർ വിശ്വസിക്കുന്നത് അതല്ല. ക്രിസ്തു ദൈവപുത്രനായ മിശിഹയാണ്. അവൻ എനിക്ക് പകരക്കാരൻ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിട്ട് മരിച്ചവനാണ്, പരിഹാരമായിട്ട് മരിച്ചവനാണ്. അവനെ പരമപിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ എന്താ ചെയ്യണത്? അവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. അത് നമുക്ക് നാളെ കാണാം. എൻ്റെ പേര് സീനിയാമ്മ. ഞാൻ പത്തനംതിട്ടയിലെ തോട്ടുപുറം ഇടവകയിൽ നിന്നാണ് ഇവിടെ വന്നത്. ആദ്യമായിട്ട് ഞാൻ വരാനുണ്ടായ സാഹചര്യം, ഞാൻ വെറുതെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ ചങ്ങനാശ്ശേരിയിൽ എത്തിയതാണ്. അപ്പോൾ നാത്തൂൻ കൃപാസനത്തിൽ പോകുന്ന കേട്ട് ഉടമ്പടിയെക്കുറിച്ചൊക്കെ എനിക്കൊരു ക്ലാസ് എടുത്തു. കേട്ടപ്പം തോന്നി ഇത് കൊള്ളാമല്ലോ, വിശുദ്ധിയിൽ വളരാൻ എനിക്ക് മറ്റൊന്നും ഇല്ലെങ്കിലും കാര്യം അന്ന് ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് കുറേ കൂടെ വിശുദ്ധീകരിക്കപ്പെടാൻ ഇത് സഹായിക്കുമല്ലോ എന്നോർത്താണ് ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ വെളുപ്പിനെ ചേച്ചിയുടെ കൂടെ ഇവിടെ എത്തി. ദൈവം സഹായിച്ച അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അന്ന് തന്നെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റി. അത് 2019 ഏപ്രിലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കേട്ടപ്പോൾ, സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തത്, ദൈവമേ മനുഷ്യരെല്ലാം എന്തുമാത്രം വിഷമിച്ച അത് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ പറയാൻ വിഷയമില്ലല്ലോ എന്നൊക്കെ ഞാൻ ഓർത്തിങ്ങനെ നിൽക്കുമായിരുന്നു. എനിക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ അത് ആദ്യത്തെ ദിവസം അങ്ങനെയായിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് എനിക്ക് കൃപാസനത്തിൽ വരാൻ ജോലിയുണ്ട്. ഞാൻ ലീവ് എടുത്ത് ചൊവ്വാഴ്ച അവധിയുള്ള ദിവസങ്ങളിൽ ഞാനിങ്ങനെ നോക്കി വെക്കും. എനിക്ക് ഇവിടെ വരാനായിട്ട് ഭയങ്കര ഒരു എന്താണെന്നറിയില്ല, ഉള്ളിൽ എത്രയും വേഗം ഇവിടെ വരണം, മാതാവിൻ്റെ അടുക്കെ ഒന്ന് വന്ന് പോയി കഴിഞ്ഞാൽ സമാധാനമായി. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവിൽ നിന്ന് ലഭിച്ചു. പിന്നീടാണ് മാതാവ് എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, മാതാവിലൂടെ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടിയാണ് ഇവിടെ എന്നെ എത്തിച്ചത് എന്ന് ഞാൻ റിയലൈസ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് പിള്ളേർ പഠിക്കുന്നേ ഉള്ളായിരുന്നുവെങ്കിലും മൂത്ത മകന് ഭയങ്കര ആഗ്രഹമായിരുന്നു PhDക്ക് ഒരു അഡ്മിഷൻ വേണമെന്ന്. കോളേജിൽ ഞാനും ഹസ്ബൻഡും കോളേജിൽ പഠിപ്പിക്കുന്നവരാണ്, ഫിസിക്സ് തന്നെയാണ്. അപ്പോൾ മോനും ഫിസിക്സിൽ PhD എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ PhDക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും അതിൻ്റെ ഒരു എന്തിനാണ് ഇത് പറയുന്നതെന്ന് തോന്നും. പക്ഷേ ഞങ്ങൾക്കത് മിറക്കിളായിട്ട് തന്നെയാണ് മോന് ആ അഡ്മിഷൻ ലഭിച്ചത്. എനിക്ക് തോന്നുന്നു അത് തരാൻ വേണ്ടിയായിരിക്കും ദൈവം അല്ലെ മാതാവ് വഴി എന്നെ ഇവിടെ എത്തിച്ചതെന്ന് തോന്നുന്നു. മോന്
എങ്ങനെയെങ്കിലുമൊക്കെ ഒരു അഡ്മിഷൻ നേടിയെടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കിട്ടിയില്ല, വിചാരിച്ച പോലെ കിട്ടിയില്ല. അവസാനം എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു തുടങ്ങി, നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചാൽ ഒരു ഗൈഡിനെ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ലേ, എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ വാങ്ങിക്കരുതെന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, അവൻ ആഗ്രഹിച്ച പോലുള്ള ഒരിടത്ത് നല്ല ഒരു ലാബിൽ, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ലാബിൽ ചെയ്യണമെന്ന് അവൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഏതായാലും ഒരിക്കൽ ചൊവ്വാഴ്ചത്തെ ഒരു ഉടമ്പടി ധ്യാനത്തിന് ശേഷം ജോസഫച്ചനെ കാണുന്ന കാര്യം ആലോചിക്കാനേ വയ്യ. പിന്നെ അവിടെ നിങ്ങൾ ബ്ലസ് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഒരച്ഛൻ വന്ന് തലേ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ആവശ്യങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ആ ലൈനിൽ കയറി നിന്നിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ മോന് പാസ്സായിട്ട് 2-3 വർഷമായി, ഇതുവരെ അവന് PhDക്ക് ഒരു അഡ്മിഷൻ ലഭിച്ചില്ല. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ ഉടമ്പടിയിൽ എൻ്റെ നിയോഗമായിരുന്നത്, ആദ്യത്തെ നിയോഗമായിരുന്നു. ഞാൻ അന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി വിളിക്കാൻ വന്നപ്പം കാറിൽ ഇരുന്നപ്പം തന്നെ മോൻ വിളിച്ച് പറഞ്ഞു അവൻ്റെ MScയിലെ ഗൈഡ് അവനോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത്ര ഈസി ആയിരുന്നില്ല. പക്ഷേ ആ ഇൻ്റർവ്യൂ ഒക്കെ അവന് ഓവർകം ചെയ്തു അഡ്മിഷൻ കിട്ടി. IISc ലാബിൽ ചെയ്യാൻ അവന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വലിയൊരു അനുഗ്രഹം, ദൈവകൃപ ലഭിച്ചു. അത് സാധാരണ നിങ്ങൾ ആലോചിക്കുമ്പോൾ അതൊരു അത്ഭുതകരമായിട്ട് തോന്നില്ലെങ്കിലും ഞങ്ങൾ ഈ ഫീൽഡിലായതുകൊണ്ട് ഇതൊരു ദൈവത്തിൻ്റെ ഇടപെടല, മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ ഇതിനെ കരുതുന്നു. രണ്ടാമത് എൻ്റെ അമ്മായിമ്മ ഷുഗർ കൂടിയിട്ട് ഈ താടിയിൽ പുണ്ണുപോലെ വരുമായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ഇത് ചൊറിയുകയും നീറുകയും വെള്ളം വരികയും ചെയ്യുന്ന കാണുമ്പോൾ അത് നമുക്കൊരു സങ്കടമാണ്. അപ്പോൾ മെയ് മാസത്തെ വണക്കത്തിൽ പ്രത്യേക നിയോഗം വെച്ച് ഇവിടെ പ്രാർത്ഥിച്ചു. ഒപ്പം ഉടമ്പടി പ്രാർത്ഥനയിലും ഞാൻ നിയോഗം വെച്ചായിരുന്നു. അമ്മയുടെ അത് ഇപ്പം റെക്കർ ചെയ്യുന്നില്ല, അത് പൂർണ്ണമായിട്ട് 2 വർഷം അമ്മയ്ക്ക് ഇങ്ങനെ റെക്കർ ചെയ്ത് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ വരുന്നതേ ഇല്ല. അമ്മ മാതാവ് വഴി ലഭിച്ച ഒരനുഗ്രഹമായിട്ട് അത് കാണുന്നു. പിന്നീട് എൻ്റെ നാത്തൂൻ്റെ മകന്, അവൻ പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു, നല്ല സ്കോറൊക്കെ വാങ്ങിച്ച് 9 പോയിൻ്റൊക്കെ വാങ്ങിച്ച് എൻജിനീയറിങ് പാസ്സായെങ്കിലും അവന് ഒരു ജോലിക്ക് 2-3 വർഷമായിട്ട് ടെസ്റ്റുകൾ എഴുതുക, ഒന്നും കിട്ടുന്നില്ല. അവരും ആകപ്പാടെ വിഷമത്തിലായി. അപ്പോഴാണ് എൻ്റെ ഉടമ്പടി ഞാൻ 2ാമത് പുതുക്കിയത്. അതിലെ ഒരു നിയോഗം നാത്തൂൻ്റെ മോന് ഒരു ജോലി എത്രയും വേഗം ലഭിക്കണമെന്നായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു, ജസ്മോൾ എന്നാണ് നാത്തൂൻ്റെ പേര്, ജസ്മോളെ പ്രാർത്ഥിച്ചോ, ഏതെങ്കിലും ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ? ഞാൻ മാതാവിൻ്റെ അടുക്ക നിയോഗം ഉടമ്പടി വെച്ചിട്ടുണ്ട്, മോന് ജോലി കിട്ടും, പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതാൻ പറ എന്ന് പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി മോന് റെയിൽവേയുടെ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്, പിന്നീട് ആ ജോലിയിൽ അവൻ പ്രവേശിക്കാൻ മാതാവ് അനുഗ്രഹം നൽകി. ഇതും മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ വലിയ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നീട് ഞാൻ ഈയിടെ ഒരു വീഴ്ച വീണു, നല്ലൊരു വീഴ്ചയായിരുന്നു. ഒരു ഇച്ചിരി പുറകിൽ ഞങ്ങളുടെ ആ പറമ്പിൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടാൽ ടൈല് സ്റ്റെപ്പ് കെട്ടി അതിൻ്റെ ഇപ്പുറത്ത് കല്ല് പാകിയിരിക്കുകയാണ്. ഞാൻ എവിടെ നിന്നോ എടുത്തടിച്ച് 2 കർണം മറിഞ്ഞ് ഈ മെറ്റലിൻ്റെ പുറത്താണ് വീണത്. പക്ഷേ എനിക്ക് എഴുന്നേക്കാൻ വയ്യായിരുന്നു. ഞാൻ അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു കൂവി. എൻ്റെ കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, തല പൊട്ടി, എല്ലായിടും അടിച്ചാണ് വീണത്. എന്താ കണ്ണാടിയൊക്കെ തെറിച്ച് പോയി. എങ്ങനെ വീണതെന്നും എനിക്കറിയില്ല. അവിടെ നിന്ന് ഇവരെന്നെ താങ്ങിക്കൊണ്ട്, ഹസ്ബൻഡ് മോനോട് താങ്ങിക്കൊണ്ട് വന്ന് കിടത്തി. അടുത്തുള്ള ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഡോക്ടർ വീട്ടിൽ വന്നപ്പം ഡോക്ടർ MBBS+ ആയുർവേദ ഡോക്ടറാണ്. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഏതായാലും 2 വിരലിന് ഫ്രാക്ചർ കാണും. എനിക്ക് കൈ ഇങ്ങനെ നിവർക്കത്തില്ലായിരുന്നു. 2 വിരലിന് ഫ്രാക്ചർ കാണും, കോളറയിൽ ഇതൊക്കെ ഇടണം, പിന്നെ റെസ്റ്റ് വേണം, ഒരു ദിവസം ഒബ്സർവേഷനിൽ കിടക്കണം, ഏതായാലും പോയി എക്സ്റേ എടുത്തെന്ന് പറഞ്ഞു. ഏതായാലും തിരുവല്ലയിൽ പോയി ഞങ്ങൾ. അതിനു മുമ്പ് ഞാൻ ഡോക്ടർ ഇത് പറഞ്ഞിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ആ കാശുരൂപം ഒന്ന് എടുത്ത് എൻ്റെ കൈവെള്ളയിൽ വെച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ ആ കാശുരൂപം എൻ്റെ കൈവെള്ളയിൽ തന്നു. പിന്നെ ഏതാനും എനിക്കൊന്ന് മിനിറ്റുകൾക്കകം എൻ്റെ കൈ നിവർന്നു. പിന്നെ ഞാൻ തന്നെയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കാറിൽ കയറി. അപ്പോഴും എനിക്ക് നടക്കാനൊന്നും വയ്യ, തല തിരിക്കുമ്പോൾ തലകറക്കമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ വിശ്വസിച്ചെങ്കിലും മാതാവിനെ മുറുകെ പിടിച്ച് മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് കിടന്നാൽ എത്ര ദിവസം ഇനിയും പോകാനൊന്നും പറ്റില്ല കോളേജിൽ. അപ്പോൾ ഞാൻ വിഷമിച്ച് പ്രാർത്ഥിച്ചു, ഏതായാലും കൊള്ളാം. എനിക്ക് തോന്നുന്നു തിരുവല്ല എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൈയും കാലും എല്ലാം മാതാവ് വഴി ദൈവം എനിക്ക് ഈശോ സൗഖ്യം നൽകിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എക്സ്റേ എടുത്തപ്പം കൈക്കും കുഴപ്പമില്ല, കാലിനും കുഴപ്പമില്ല. അവർ പറഞ്ഞു 5 മിനിറ്റ് നിന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് വലിയൊരു അത്ഭുതം
അത്ഭുതകരമായ രക്ഷപ്പെടൽ നടന്നു. പിന്നീട് ജീവിതത്തിൽ ഒരുപാട് അനുഭവം എനിക്ക് മാതാവിൻ്റെ സുഗന്ധം ലഭിക്കുമായിരുന്നു. ഒരിക്കൽ സ്വപ്നത്തിൽ മാതാവ് എന്നോട് വന്ന് പറഞ്ഞു. അപ്പോൾ മോനാണേലും എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി ഒരു പുരോഗതി വരുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഒരു ടെസ്റ്റ് ഞങ്ങൾ ഓർത്ത് ഒരുവിധം മാർക്കോടെയൊക്കെ ജയിച്ചതായി, എവിടെയെങ്കിലും ജോലി കിട്ടി പോകുമെന്ന് വിചാരിച്ചു. അവനും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം തരുന്ന ഒരവസരമായിട്ട് ഞങ്ങളിതെടുക്കുന്നു. മാതാവിൻ്റെ അടുക്ക മുട്ടപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ മാതാവ് കൂടെയുണ്ട്. എൻ്റെ അടുക്ക രാത്രിയിൽ വന്ന് എനിക്ക് 2 പ്രാവശ്യം മാതാവിൻ്റെ സ്വപ്നത്തിൽ കാണാൻ സാധിച്ചു. അമ്മ മാതാവ് നല്ല ഹൈറ്റൊക്കെ ഉള്ള, ഇവിടെയൊക്കെ പറയുന്ന കേട്ടതുപോലെ ഗൗണൊക്കെ, പക്ഷേ എന്തോ ഡ്രസ്സ് മാത്രം വ്യത്യാസം, ഗൗണായിട്ടാണ് ഞാൻ കണ്ടത്. ഈ കളറിൽ തന്നെയാണ് ഞാൻ കണ്ടത്. മോൾ എന്തിനാ വിഷമിക്കുന്നത്, ഞാനില്ലേ കൂടെയെന്ന് അമ്മ 2 പ്രാവശ്യം എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു. ആ ജോസഫ് അച്ഛനെയും എനിക്ക് കാണാനിടയായിട്ടുണ്ട്. അങ്ങനെ അത് തന്നെയല്ല, ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് എന്തെങ്കിലും കാരുണ്യ പ്രവൃത്തി ചെയ്യണമെന്ന് ഒരാഗ്രഹം തോന്നിയിട്ടുള്ളത്. പള്ളിയിലൊക്കെ പോകുമായിരുന്നു, കുർബാന കാണുമായിരുന്നു എന്നല്ലാതെ ഒരു യഥാർത്ഥമായ ആ ദൈവവചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് പലപ്പോഴും പാളിച്ചപ്പോൾ പറ്റുന്നുണ്ടെങ്കിലും ഒരു ശ്രമം, എപ്പോഴൊക്കെ വീഴ്ച വന്നാലും ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതാണല്ലോ, ആ ഒരു വിചാരം, അപ്പം ഞാൻ വിശുദ്ധിയിൽ കുറേ കൂടെ ജീവിക്കേണ്ടതാണെന്നുള്ളൊരു വിചാരം ഉള്ളിൽ മാതാവ് തോന്നിച്ചു. പിന്നെ മാതാവിൻ്റെ സുഗന്ധം എനിക്ക് ഇടയ്ക്കൊക്കെ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തി ഞാൻ വിചാരിച്ചിരുന്നത് ഭർത്താവ് ചെയ്യുന്നതെല്ലാം ഞാനും ചെയ്യുന്നതാണ്, ശമ്പളം ഞാൻ ഹസ്ബൻഡ് ഞങ്ങൾ ഒന്നിച്ചാണെല്ലാം ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം പിന്നീടാണ് എനിക്ക് തോന്നിയത് എനിക്ക് എൻ്റേതായിട്ട് എന്തെങ്കിലും ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷം, ഞാൻ പറയട്ടെ, അതുവരെ എൻ്റെ ബാഗിൽ ഒരിക്കലും കാണത്തില്ല. കാരണം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കും, എനിക്ക് സാധിച്ചു തരും. അല്ലാതെ എനിക്കൊരു എന്തെങ്കിലും വേണമെന്നൊരു ആഗ്രഹവും തോന്നിയിട്ടില്ല. പക്ഷേ കൃപാസനത്തിൽ വന്നതിന് ശേഷം എൻ്റെ ബാഗിൽ എനിക്ക് എപ്പോഴും ആരെ കണ്ടാലും, ആവശ്യമെന്ന് തോന്നി ആരെ കണ്ടാലും അവർക്കെടുത്ത് കൊടുക്കാൻ എൻ്റെ ബാഗിൽ നിറവുണ്ട്. അത് മാതാവ് തന്നെ ഒരു വലിയ കൃപയായി, അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതുവരെ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പം എനിക്ക് എൻ്റേതായ റോളുണ്ട്, എനിക്കും അങ്ങ് ചെല്ലണ്ടേ എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട്. ഹസ്ബൻഡ് അറിഞ്ഞുകൊണ്ട് തന്നെ, ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടാണ്. പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, എന്നോട് കൂടാറുണ്ട്. ആ ദൈവ കൃപയുള്ള ഒരു ഭർത്താവിനെ തന്നെ എനിക്ക് ദൈവം തന്നു. അതും എനിക്ക് ദൈവത്തിനോട് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും എപ്പോഴും മാതാവ് കൂടെയുണ്ട്. ഇവിടെ വന്നതിൽ പിന്നെ എല്ലാത്തിലും ഒരു നിറവാണ്, ഒരു സമാധാനമാണ്. ആ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടി കഴിയുമ്പോഴത്തേക്ക് എന്തോ മനസ്സിന് കിട്ടുന്ന ആ ഒരു സമാധാനം, വലിയ പ്രശ്നമൊന്നും വീട്ടിലില്ല, എന്നാൽ പോലും ആ ഒരു സമാധാനം അനുഭവിക്കാൻ, ദൈവസമാധാനം അതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു വലിയ ഗിഫ്റ്റ് ഓഫ് ഗോഡായിട്ട് ഞാൻ കരുതുന്നു. അമ്മ മാതാവിനോട് എനിക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ത്രിയേക ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയാം. അതായത് സഹോദരി പറയുക, ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ആദ്യമായിട്ട് നാത്തൂൻ്റെ കൂടെയാണ്. നാത്തൂൻ ഇങ്ങോട്ട്, ആങ്ങളയുടെ ഭാര്യ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാനിവിടെ വന്നതെന്നുള്ളതിനൊരു ധാരണ എനിക്കില്ല. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാനിവിടെ വന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക, എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുള്ള പ്രത്യേക കരുതലിന് വേണ്ടിയായിരുന്നു. അതായത് ഇവരുടെ ഈ സഹോദരിയുടെ മകൻ PhDക്ക് ഒരു അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തലത്തിൽ ചോദിച്ച ഒരു ഗൈഡിനെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ ശരിയാക്കിക്കൂടെ എന്ന് കൂടെ ചോദിച്ചതാണ്. അപ്പോൾ ഈ സഹോദരിയും ജീവിത പങ്കാളിയും കോളേജ് അധ്യാപകരാണ്. ഇവർ ഫിസിക്സ് വിഷയത്തിൽ പഠിപ്പിക്കുന്നവരാണ്. അപ്പം മകനും അതേ വിഷയം തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ധാരണ പെട്ടെന്ന് തന്നെ PhDക്ക് ഒരു അഡ്മിഷൻ കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ അവർക്കത് മനസ്സിലാകും, അത് എത്രത്തോളം പ്രയാസകരമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഉടമ്പടിയിൽ വെച്ചു. ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കൈവരിപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വൈദികർ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ജോസഫത്തിന് ഇവിടെ നിർദ്ദേശം നൽകുന്നുണ്ട് നിങ്ങളോട്. എന്താണ്, ഇപ്പോൾ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ കൈവരിപ്പിൽ വരിക. അവിടെ വൈദികർ നിങ്ങൾക്ക് വേണ്ടി ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമെന്ന് പറയും. എന്നിട്ട് പറയും, നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നിൽക്കാനാണ് പറയുന്നത്. ശരിക്കും നിങ്ങൾ ആ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കൃപാസനത്തിൻ്റെതായ പ്രത്യേക പ്രാർത്ഥനകൾ ഈ വൈദികർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന പ്രത്യേകമായ പ്രാർത്ഥന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞങ്ങളവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത്.
അപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവിനെ നിറച്ചുകൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ വാക്കുകളിലൂടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അച്ഛനിവിടെ നിങ്ങൾക്ക് കൈവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന വൈദികർ നിങ്ങൾക്ക് വേണ്ടി ചെറുസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് പ്രാർത്ഥിച്ചു പോയപ്പോൾ തന്നെ പറയുകയാണ്, വേറൊരു സഹോദരൻ വഴി ഫോൺ വന്നു. അതായത് എം എസ് സിക്കുള്ളൊരു വ്യക്തി, MSc പഠിച്ചൊരു വ്യക്തി, ആ വ്യക്തി ഗൈഡൻസിലൂടെ ആ മകന് അതിൻ്റെ അഡ്മിഷൻ റെഡിയായെന്നുള്ളത്. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു ദൈവത്തിൻ്റെ കൃപയായിട്ട് ഇവർ പറയുകയാണ്. ഞങ്ങൾ ആ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം അത് എത്രത്തോളം മിറക്കിളാണെന്ന്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ശരിക്കും അതൊരു വലിയൊരു ദൈവാനുഭവമായിട്ട് ഇവരുടെ ജീവിതത്തിൽ നിലകൊള്ളുകയാണ്. പിന്നീട് ഈ സഹോദരിയുടെ അമ്മയ്ക്ക് ഷുഗർ വന്നിട്ട് ഈ താടിക്കത്ത് കീഴെ ഇങ്ങനെ ഈ പുണ്ണുപോലെ വരും. അപ്പോൾ അത് റെക്കർ ചെയ്ത് വന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും ദൈവമാതാവ് എടുത്ത് മാറ്റി, എല്ലാ അസ്വസ്ഥതകളെയും മാറ്റി കർത്താവിൻ്റെ കൃപയാൽ ആ അമ്മയ്ക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. മൂന്നാമത് പറയുക, പിന്നെ നാത്തൂൻ്റെ മകന് എൻജിനീയറിങ്ങിന് പഠിച്ചു. പക്ഷേ അവന് ഒരു ജോലിയില്ലാത്ത അവസരത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇൻ്റർവ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ആ മകന് റെയിൽവേയിൽ ജോലി നൽകി പരിശുദ്ധ മാതാവ് അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സഹോദരി പറയുകയാണ്, ഈ സഹോദരിക്ക് വീണതിന് ശേഷം കൈയൊടിഞ്ഞതായിട്ടും പെടലിക്കൊക്കെ ഫ്രാക്ചർ ഉള്ളതായിട്ടും 2 വിരലൊടിഞ്ഞതായിട്ടുമൊക്കെ അനുഭവപ്പെട്ടു. ശിരസ്സൊന്നും തിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വേദനയിൽ വിഷമിക്കുന്ന അവസരത്തിൽ ഒരു ഡോക്ടറിനെ, അവിടെ വീടിനടുത്തുള്ള തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് വിരലുകൾക്കൊക്കെ ഒടിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കൈ ഇങ്ങനെ തുറയുന്നില്ലായിരുന്നു. അപ്പോൾ ഈ സഹോദരി ചെയ്തത് പെട്ടെന്ന് തന്നെ ആവശ്യപ്പെട്ടിട്ട് ഉടമ്പടി കാശുരൂപം കൈവെള്ളയിൽ വെച്ചു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ കൈ എങ്ങനെ തുറന്നു വന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല. പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് സ്കാനിങ്ങിലൊന്നും യാതൊരുവിധ കുഴപ്പവുമില്ല, പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തന്നെ തിരിച്ചു വരുവാനായിട്ട് പരിശുദ്ധമ്മ അനുഗ്രഹിച്ചു എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഒടിവുണ്ടെന്ന് തീർച്ചപ്പെടുത്തിയ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ കാശുരൂപം കയ്യിലേന്തി ആത്മാർത്ഥമായി അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ എവിടുന്നാണ് ഈ ശക്തി കിട്ടുന്നത്, എവിടുന്നാണ് ഈ സൗഖ്യം കിട്ടുന്നത്, നമ്മളത് മനസ്സിലാക്കണം. ഉടമ്പടി കാശുരൂപം AD 787 വിശുദ്ധരുടെയും അമ്മമാതാവിൻ്റെയും രൂപങ്ങൾ വണങ്ങാവുന്ന നിക്കാ കൗൺസിൽ സഭ അംഗീകരിക്കുന്നത് തന്നെ. അതായത് അതിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, ആ വ്യക്തിയെ നമ്മൾ വണങ്ങുന്നു. അമ്മ നേരിട്ട് വന്ന് നമ്മളെ സംരക്ഷിക്കുകയാണ് ആ സമയത്ത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉടമ്പടി ചെയ്തവർക്ക് നിങ്ങളുടെ കയ്യിലെ കാശുരൂപമുണ്ട്. ഈ കാശുരൂപം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്നെയാണ്. അത് ഏത് പ്രതികൂല സാഹചര്യത്തിലും വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അമ്മമാതാവിൻ്റെ വലിയൊരു കരുതൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അതാണ് ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ യാതൊരു കുഴപ്പവും കൂടാതെ അമ്മയെ പൊൻകരങ്ങളിൽ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നൊരു അനുഭവമാണത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞു, പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എനിക്ക് സുഗന്ധാഭിഷേകം, അമ്മയുടെ സുഗന്ധാഭിഷേകം ലഭിക്കാറുണ്ട്. ദർശനത്തിൽ അമ്മമാതാവിനെ കണ്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ടിട്ടുണ്ട്. അമ്മമാതാവ് കാണുന്ന പോലെ തന്നെ നല്ല പ്രൗഢിയിൽ ഇതേ കളറ് ഗൗൺ അണിഞ്ഞൊക്കെ തന്നെ വന്നിട്ട് പറയും, നീ പേടിക്കേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ടെന്ന് എപ്പോഴും ആത്മാർത്ഥമായിട്ട് അമ്മമാതാവ് കൂടെ നിൽക്കുന്ന അനുഭവം. അതായത് ദൈവത്തെ സ്വന്തമാക്കുന്നവർക്ക്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയെ നെഞ്ചിലേറ്റുന്നവർക്ക് അമ്മയെ ദർശിക്കുവാനാകും.